ഗർഭാശയത്തിലെ ഫൈബ്രോയിഡ് നീക്കം ചെയ്യാൻ നടത്തിയ ശസ്ത്രക്രിയയിൽ ഗുരുതരമായ പിഴവെന്ന പരാതി വരുന്നത് പന്തളം ചിത്ര ഹോസ്പിറ്റലിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഈ പിഴവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കരുനാഗപ്പള്ളി സ്വദേശി ദീപ്തിയുടേതാണ്. ദീപ്തിയുടെ കുടലിൽ ആഴത്തിലുള്ള ദ്വാരം വീണതിനെ തുടർന്ന് 2 മാസമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതോടെ ഇനി കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെന്നും ദീപ്തി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. എനിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. കുടിക്കുമ്പോൾ വയറ്റിലങ്ങ് വേദനയാണ്. വെള്ളമൊക്കെ ചെല്ലുമ്പോൾ അങ്ങ് വേദനയാണ്. ഡോക്ടറെ ഇത് ഛർദിൽ നിൽക്കുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു ഇവിടെ തോന്നല്ല ഛർദിക്കാൻ. പറഞ്ഞ അല്ല, എനിക്ക് വേദന കൊണ്ട് വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേദനയുടെ ഇഞ്ചക്ഷനൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി നേരം കുറയും. അപ്പം ഞാൻ എൻ്റെ അമ്മയുണ്ട്, ഈ അമ്മയുണ്ട്, അവരോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഇച്ചിരി വിഷം താ. ഞാനങ്ങ് അത്രയ്ക്ക് വേദന. ഇക്കഴിഞ്ഞ ഏപ്രിൽ 29-നാണ് ഗർഭാശയത്തിലെ 2 ഫൈബ്രോയിഡും അണ്ഡാശയത്തിലെ ഒട്ടലും ചികിത്സിക്കാനായി ദീപ്തി പന്തളത്തുള്ള ചിത്ര ആശുപത്രിയിൽ സർജറിക്ക് വിധേയയായത്. നട്ടലിന് ഇഞ്ചക്ഷൻ നൽകിയായിരുന്നു സർജറി കഴിഞ്ഞ് 4-ാം ദിവസം രാത്രി വയറ്റിൽ ഘടിപ്പിച്ചിരുന്ന ട്യൂബിലൂടെ വെള്ളം പോലുള്ള ദ്രാവകം പുറത്തേക്ക് എത്താൻ തുടങ്ങി. ഒപ്പം കടുത്ത വേദനയും. വേദന കലശലായതോടെ വേദനാ സംഹാരികളും ആന്റിബയോട്ടിക്കുകളും നൽകി തുടങ്ങി. 7-ാം ദിവസവും വേദന തുടർന്നതോടെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറോട് പരാതി പറഞ്ഞു. അപ്പോഴാണ് ശസ്ത്രക്രിയക്കിടെ കുടലിൽ ദ്വാരം വീണെന്നുള്ള വിവരം അറിയിച്ചത്. വയറ്റിനുള്ളിൽ കുറച്ച് രക്തം കാണും, അത് സാരമുള്ളതല്ലെന്നും ഡോക്ടർ ആനന്ദ് പറഞ്ഞു. ഞങ്ങളുടെ ഡോക്ടർ ദീപ്തിയുടെ സർജറി അന്ന് നമ്മൾ ഈ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ പറഞ്ഞത്. ഇപ്പോഴത്തെ അതിൻ്റെ കണ്ടീഷൻ അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. പുള്ളിക്കാരിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരുടെ ഇതെന്ന് പറഞ്ഞിട്ട് ഫ്രോസൺ കല്ലീസ് എന്ന് പറഞ്ഞാൽ 2 ഓവറി യൂട്രസും കുടലും എല്ലാം കൂടെ ഒട്ടിക്കിടങ്ങുന്ന ഒരവസ്ഥയായിരുന്നു. ഒരു സൈഡിൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം നമ്മൾ ചുറ്റും അടിയിലായിരുന്നു, അത് റിമൂവ് ചെയ്തു. ഈ ഒട്ടലെടുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് സാർ ആരോടെ സംസാരിച്ചു? ഞാൻ മനു അല്ല സംസാരിച്ച ഒരു ചെറിയൊരു ആ കുടലിൻ്റെ അവിടെ ചെറിയൊരു ഈ ഒട്ടൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഓട്ട വീണിട്ടുണ്ടായിരുന്നു. അത് ഫ്യൂച്ചറിൽ വെച്ചിട്ടുണ്ട്. അതിന് കഴിച്ചേണ്ട കാര്യമില്ല. പിന്നീട് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയ ദീപ്തിയുടെ വയറ്റിൽ ഗുരുതരമായ അണുബാധയുണ്ടായി. മുറിവുകൾ പഴുത്തു. ഉടൻ തന്നെ ദീപ്തിയെ പരുമല ആശുപത്രിയിലെത്തിച്ചു. ഇപ്പോഴും അവർ പറഞ്ഞു എന്നോട് അതൊക്കെ. അന്നൊന്നും ഞാൻ പേടിക്കുന്നോണ്ട് പറഞ്ഞില്ല. ഈ ചെറുകുടലെല്ലാം പഴുത്ത് വൻകുടലെല്ലാം പഴുത്ത് കിടക്കുവാണ്. ആ ലാസ്റ്റിലത്തെ ദിവസം ഞാൻ പഴുപ്പാ ഛർദിക്കുന്നത്. യൂറിനും പഴുപ്പാ പോകുന്നത് മൊത്തം. അപ്പം ഞാൻ മേടിച്ചിനി അല്ലാതെ എന്തെങ്കിലും ആയിരിക്കുമെന്നും പറഞ്ഞിട്ട് ഞാൻ യൂറിൻ്റെ കാര്യം പറഞ്ഞില്ല. അമ്മയൊക്കെ കണ്ട് ഛർദിക്കുന്നത് വെറും പഴുപ്പ്. അമ്മ എന്നേരം ചോദിച്ചത് എന്ത് കറുത്ത ഛർദിക്കുന്നതാണ്. പിന്നീട് പരുമല ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ചെറുകുടലിനും വൻകുടലിനും ഗുരുതരമായ മുറിവുകളുണ്ടെന്നും അണുബാധയുണ്ടായി കുടൽ പഴുത്തു വീർത്തെന്നും കണ്ടെത്തിയത്. അതായത് ഡോക്ടർ ആനന്ദ് പറഞ്ഞതിൽ കൂടുതൽ ദ്വാരങ്ങൾ ചെറുകുടലിലും വൻകുടലിലും ഉണ്ടായിരുന്നു. ചിത്ര ആശുപത്രിയിലെ ഡോക്ടർമാരായ ആനന്ദ്, സതീഷ്, ജയചന്ദ്രൻ എന്നിവരാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ദീപ്തിയുടെ കുടുംബം പറയുന്നു. പരുമല ഹോസ്പിറ്റലും സെന്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലും ഓപ്പൺ സർജറി സമയത്ത് ചെറുകുടലിൽ 3 ഹോളും വൻകുടലിൽ 1 ഹോളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത് 3 എണ്ണവും സ്റ്റിച്ച് ചെയ്തിരിക്കുക. 3 ചെറുകുടലിൻ്റെ വൻകുടലിൽ നിന്ന് ബാഗ് പുറത്തോട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി 3 മാസത്തോളം ബാഗ് പുറത്തിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വെക്കാൻ പറ്റത്തുള്ളത്. അവരുടെ ഈ അനാസ്ഥ കൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളനുഭവിച്ച് അത്രയും വേദന അനുഭവിച്ചത്. ജീവൻ തന്നെ കിട്ടുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രക്ഷിച്ചെടുത്തുകൊണ്ട് വന്നത്. ഇതുവരെ ഇപ്പോഴും എൻ്റെ പെങ്ങൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. ഡോക്ടറുടെ വാക്ക് വിശ്വസിച്ചാണ് ശരിക്കും ശ്രീത്രയിൽ അഡ്മിറ്റ് ആവുന്നതും. ഈ ഉണ്ടായ പിഴവെന്ന് പറയുന്നത് ശരിക്കും അത് ഒരു കാരണവശാലും ശരിക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റുള്ള തീരാൻ പറ്റുന്ന കേസല്ല. തീർച്ചയായിട്ടും ശരിക്കും നിയമപരമായി ശരിക്കും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. പരുമല ആശുപത്രിയിൽ ചികിത്സ തുടങ്ങിയപ്പോഴേക്കും ദീപ്തിയുടെ മൂത്രത്തിലൂടെയും ഛർദിയിലൂടെയും പഴുപ്പ് പുറത്തേക്കെത്താൻ തുടങ്ങി. പിന്നീട് ഡോക്ടർമാർ ഇൻഫെക്ഷനായ കുടൽ വയറിന്റെ പുറത്തേക്ക് മാറ്റി. മുറിവ് ഉണങ്ങിയതിനു ശേഷം 6 മാസം കഴിഞ്ഞ് കുടൽ വയറ്റിനുള്ളിലേക്ക് മാറ്റിവെക്കാമെന്നും പറഞ്ഞു. പക്ഷേ യൂട്രസ് നീക്കം ചെയ്യണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇതോടെ ഇനി ഒരിക്കലും തനിക്ക് കുട്ടികളുണ്ടാകില്ലെന്ന സങ്കടവും
ദീപ്തി അറിഞ്ഞു. ചിത്ര ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ പന്തളം പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കൂടാതെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകി. അതേസമയം ചികിത്സാ പിഴവിനെ കുറിച്ച് ആശുപത്രി അധികൃതരിൽ നിന്ന് വിവരങ്ങൾ തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ല. ഷമീർ അബ്ദുൾ, ന്യൂസ് മലയാളം, കൊല്ലം.